السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام، والصلاة والسلام على سيدنا محمد سيد ولد عدنان وعلى آله وصحبه الفائزين بالرضوان. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان. صدق الله مولانا العظيم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. ഏറ്റവും സ്നേഹാദരവുള്ള സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുസരണയുള്ള ദാസന്മാരിൽ നമ്മെല്ലാം പെടുത്തി അവന്റെ വിശിഷ്ടമായ സ്വർഗ സോപാനത്തിൽ ഉല്ലസിക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഇസ്ലാമിന് മറ്റൊരു പേരുണ്ട്, സിൽമ് എന്നാണ് ആ പേര്. സിൽമ് എന്ന് പറഞ്ഞാൽ ഹർബ് എന്ന അറബി പദത്തിന്റെ വിപരീത പദമാണ് സിൽമ്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം, സംഘർഷം, കാലുഷ്യം, അസമാധാനം, ഇതൊക്കെയാണ് ഹർബിന്റെ അർത്ഥം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിൽമ്, സമാധാനം, ശാന്തി, മറ്റെല്ലാ സന്തോഷങ്ങളുടെയും സങ്കേതമായി ഉപയോഗിക്കാവുന്ന പദമാണ് സിൽമ് എന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. സത്യവിശ്വാസികളെ, നിങ്ങൾ സിൽമിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കണം. ഇസ്ലാം എന്നതിന് പകരം സിൽമ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു ജൂത പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിൽ പ്രവേശിച്ചപ്പോ ഒട്ടകത്തിന്റെ പാല് കുടിക്കുക എന്നത് അല്പം നീരസം പ്രകടിപ്പിച്ചു. ഇസ്ലാമിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കുക പ്രത്യേകം സുന്നത്തല്ലെങ്കിലും മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെയുള്ള സ്വഹാബത്തൊക്കെ യഥേഷ്ടം കുടിച്ചിരുന്ന പാലാണ് ഒട്ടകപ്പാല്. മാത്രമല്ല, പാല് നിരസിക്കുക എന്നത് അത് അനുചിതമാണ്, കറാഹത്താണ്. പാല് തന്നാൽ അത് വേണ്ട എന്ന് പറയരുത് എന്ന, സുഗന്ധവും പാലും സ്വീകരിക്കണം, അത് നിരാകരിക്കരുത് എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പാലിനോട് അല്പം അലർജി പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കണം, സിൽമിൽ അഥവാ ഇസ്ലാമിൽ കാഫത്തൻ, സമ്പൂർണമായി പ്രവേശിക്കണം. നിങ്ങൾ സമ്പൂർണമായി ഇസ്ലാമിൽ സന്നിവേശിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുകയാണ്. അടിമുടി മുസ്ലിമാകണം, എല്ലാം മുസ്ലിമാകണം. ചിന്തയും സംസാരവും ശ്രവണവും ചലനവും നിശ്ചലാവസ്ഥയും ഉറക്കവും ഉണർച്ചയും
എല്ലാം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഇസ്ലാം ഉണ്ടാകണം. നിങ്ങൾ സമ്പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം. ഒട്ടകപ്പാല് കുടിക്കില്ല എന്ന വാശിയൊന്നും വേണ്ട. അത് ഇസ്ലാം അനുവദിച്ചതാണ്. അതുകൊണ്ട് ആ അനുവാദം അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുമ്പോൾ ഉപയോഗിച്ചത് സിൽമ് എന്ന പദമാണ്. സിൽമ് എന്ന് പറഞ്ഞാൽ ഹർബ് എന്നതിന്റെ എതിരാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരാനന്തര കൂട്ടപ്രാർത്ഥന അവിടെ നിർവഹിച്ചതിൽ കാണാം, അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന ഗൈറ ളാല്ലീന വലാ മുദില്ലീൻ സിൽമൻ ലിഔലിയാഇക വഹർബൻ ലിഅദാഇക നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക വനുആദി ബിഅദാവതിക മൻ ഖാലഫക. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന, അല്ലാഹുവേ ഞങ്ങളെ നീ സന്മാർഗം സിദ്ധിച്ചവരും മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരും അങ്ങനെയുള്ള സന്മാർഗത്തിന്റെ സരണിയിൽ സക്രിയരായ ആളുകളാക്കണം. ഗൈറ ളാല്ലീന വലാ മുദില്ലീൻ, മറ്റുള്ളവരെ പിഴപ്പിക്കുകയോ സ്വയം പിഴക്കുകയോ ചെയ്യുന്ന ആളുകളാക്കരുത് റബ്ബേ. ഞങ്ങൾ സ്വയം പിഴക്കാൻ പാടില്ല, മറ്റുള്ളവർ ഞങ്ങൾ കാരണമായി അപഭ്രംശത്തിലാകാനും പാടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ നീ ആക്കണം. സിൽമല്ലി ഔലിയായിക, നിന്റെ ഇഷ്ടന്മാരോട് വളരെ സമാധാനത്തോടു കൂടി വർത്തിക്കുന്നവരാക്കണം. നിന്റെ ഇഷ്ടന്മാരോട് സമാധാനത്തോടെ ശാന്തിയോടെ വളരെയധികം അവരുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരാക്കണം. സിൽമല്ലി ഔലിയായിക വഹർബൻ ലിഅദായിക, നിന്നോട് ശാസ്ത്രവം പുലർത്തുന്ന നിന്റെ ശത്രുക്കൾ, ആ ശത്രുക്കളോട് സമരസപ്പെടാതെ അവരുമായി ചിലപ്പോൾ സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ അങ്ങനെ, അവരുമായി ചില വാഗ്വാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നാൽ അങ്ങനെ അവരുമായി ഒരിക്കലും മാനസികമായ പൊരുത്തമുണ്ടാകാൻ പാടില്ല. കാരണം അത് നിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രപഞ്ചത്തിന്റെ ശത്രുവാണ്, എല്ലാത്തിന്റെയും എല്ലാ നന്മയുടെയും ശത്രുവായിരിക്കും. അങ്ങനെയുള്ള നിന്റെ ശത്രുക്കളോട് ഹർബുണ്ടാകണം, നിന്റെ ഇഷ്ടന്മാരോട് സിൽമുണ്ടാകണം. സിൽമും ഹർബും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു. ഔലിയാക്കളോട്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് നല്ല സമാധാനത്തോടുകൂടി വളരെ സഹവർത്തിത്വത്തോടുകൂടി അവരുമായി രഞ്ജിപ്പോടുകൂടി അവരുമായി സുൽഹോടുകൂടി സന്ധിയോടുകൂടി നിങ്ങൾ സമീപിക്കണം. അതുപോലെ ശത്രുക്കളായി നിന്നോട് ശാസ്ത്രവും പുലർത്തുന്ന ആളുകൾ, അവരോട് സമാധാനത്തിന്റെ മാർഗം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള സമീപനങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക, നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക, നിന്നെ സ്നേഹിക്കുന്നവരോട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. വനുആദി ബിഅദാവതിക മൻ ഖാലഫക, നിന്നോട് ശത്രുത വെക്കുന്നവരോ നിന്നോടെതിരാകുന്ന ആളുകൾ, ആ ആളുകളോട് ശാസ്ത്രവത്തോടുകൂടി ഞങ്ങൾ അവരെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ സിൽമല്ലി ഔലിയായിക വഹർബൻ ലിഅദായിക, സിൽമിനെയും ഹർബിനെയും വ്യത്യസ്തമായ രണ്ട് രൂപത്തിൽ വിപരീത പദങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നതിന്റെ മറ്റൊരു പേരാണ് സിൽമ്. സിൽമ് എന്ന് പറഞ്ഞ ശാന്തി, സമാധാനം, രഞ്ജിപ്പ്, യോജിപ്പ്, അതുപോലെ തന്നെ സന്ധി, ശത്രുക്കളുമായിട്ടും മറ്റു വിഭാഗങ്ങളുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുക, അതിനാണ് സിൽമ് എന്ന് ഉപയോഗിക്കുന്നത്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പൊ യുദ്ധത്തിന്റെ നേരെ എതിരാണ് കാലുഷ്യം, സംഘർഷം, പ്രശ്നം. അങ്ങനെയുള്ള ആ ഹർബിന്റെ എതിരായ പദമാണ് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ വേണ്ടി, ആ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ഉജ്ജ്വലമായ ആഹ്വാനത്തിൽ നാം വായിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ സിൽമിൽ ഇസ്ലാമിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കണേ. ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സന്ദേശത്തിന് സിൽമ് എന്ന പേര് അല്ലാഹു നൽകുകയാണ്. സമാധാനം മാത്രമാണ് ഇസ്ലാം എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർബന്ധമായും നിസ്കാരം എന്ന് പറയുന്ന ആരാധന പഞ്ചസമയങ്ങളിൽ നിർവഹിക്കേണ്ടവനാണ്. ആ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അസ്സലാം എന്നത്.
എന്നത് അസ്സലാം അസ്സലാം അസ്സലാം, ശാന്തി ശാന്തി ശാന്തി. 3 പ്രാവശ്യം ഒരു നിസ്കാരത്തിൽ ഒരാൾ നിർബന്ധമായും അസ്സലാം 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 എന്ന് പറയണം. ശാന്തി ശാന്തി ശാന്തി, സമാധാനം 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 എന്ന ആ പ്രശാന്തി പ്രകടനം ഓരോ ദിനരാത്രങ്ങളിലായിട്ട് 5 സമയങ്ങളിൽ നിർവഹിക്കുമ്പോ ഒരു നിസ്കാരത്തിൽ 3 പ്രാവശ്യം പറയുമ്പോ 5 നിസ്കാരമാകുമ്പോൾ 15 പ്രാവശ്യം അവൻ അസ്സലാം എന്ന് പറയുകയാണ്. ആദ്യത്തെ സലാം ആർക്കാണ്? ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും ഏറ്റവും നല്ല സമാധാനത്തിന്റെയും സന്ദേശമായി ഇസ്ലാമിനെ സമ്പൂർണ്ണമായി അവതരിപ്പിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ജനനായകനെ വിളിച്ചുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയായിട്ടുള്ളവരെ, അങ്ങയ്ക്ക് അല്ലാഹുവിന്റെ സമാധാനവും അല്ലാഹുവിന്റെ കാരുണ്യവർഷവും അല്ലാഹുവിന്റെ ബറകാത്തുകളും അങ്ങയ്ക്കുണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുകയാണ്. സലാം, ആ സലാമിന് വേണ്ടി അല്ലാഹുവിനോട് കേഴുകയാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സമാധാനം ഞങ്ങൾക്കും ഉണ്ടാകണം, സർവ്വ സജ്ജനങ്ങൾക്കും സമാധാനം ഉണ്ടാകണം എന്ന രണ്ടാമത്തെ സലാമും നിസ്കാരത്തിൽ നിർബന്ധമായും ഒരു വിശ്വാസി വിളിച്ചു പറയുകയാണ് അല്ലാഹുവിനോട് സ്വകാര്യമായിട്ട്. ഇങ്ങനെ 2 സലാം കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമാപനവും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ആ നമസ്കാരം അവസാനിക്കുന്നത്. ആ സലാം 3ാമത്തെ സലാമാണ്. ഇങ്ങനെ 3 സലാം നിർബന്ധമായും ഒരു നിസ്കാരത്തിൽ നിർവഹിക്കുമ്പോ 5 സമയങ്ങളിൽ 15 പ്രാവശ്യം ശാന്തി ശാന്തി സമാധാനം സമാധാനം സലാം സലാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങളാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ നിസ്കാരത്തിൽ തന്നെ ഐച്ഛികമായി നാം നിസ്കാരത്തിൽ പറയുമ്പോ സുബ്ഹി നിസ്കാരത്തിൽ 4 പ്രാവശ്യം അസ്സലാം പറയുന്നു. ളുഹറിലും അസ്റിലും മഗ്രിബിലും ഇശായിലും 6 പ്രാവശ്യം വീതം അസ്സലാം പറയുന്നുണ്ട്. അങ്ങനെ 28 പ്രാവശ്യം 5 നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസി റബ്ബിന്റെ മുമ്പിൽ സൃഷ്ടാവായ ശാന്തനായ സലാമെന്ന് അഭിധേയമുള്ള അല്ലാഹുവിന്റെ മുമ്പിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറയുകയാണ്. സമാധാനത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമല്ല, ആ പ്രാർത്ഥന നിർവഹിക്കുകയാണ് ഒരു വിശ്വാസി. 5 നേരം നിസ്കരിക്കുമ്പോ 28 പ്രാവശ്യമാണ് ഐച്ഛികമായിട്ടും അതുപോലെ തന്നെ അവൻ അല്ലാതെയും ഫർളായിട്ടും സുന്നത്തായും സലാം പറയുന്നത്. എങ്കിൽ ആ 5 വഖ്ത് നിസ്കാരത്തിനും ശേഷവും മുമ്പുമൊക്കെ മുഅക്കദായ സുന്നത്തുണ്ട്, സുന്നത്തുണ്ട്, റവാത്തിബ് സുന്നത്ത്. അതിൽ മുഅക്കദായത് 10 റക്അത്താണെങ്കിൽ 10 റക്അത്തിൽ 40 തവണ അസ്സലാം അസ്സലാം എന്ന് പറയുന്നു. അങ്ങനെ 28 പ്രാവശ്യം ഫർള് നിസ്കാരത്തിലും 40 പ്രാവശ്യം സുന്നത്ത് നിസ്കാരത്തിലും ഇങ്ങനെ 68 പ്രാവശ്യം ദിവസവും അസ്സലാം 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 എന്ന് സലാം ചൊല്ലുന്ന, സലാം പ്രാർത്ഥനാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഭാഗമാണ് മുസ്ലിമീങ്ങൾ. സമാധാനത്തിന്റെ മതമാണിത്. അസ്സലാം, പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സുന്ദരമായ അഭിവാദ്യം അസ്സലാം എന്നാണല്ലോ. നാം ലോകത്ത് കാണുന്ന അഭിവാദ്യങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ആരോടും എപ്പോഴും പറയാൻ പറ്റുന്നൊരു അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നതാണ്. ഒരു രോഗിയായി വളരെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, നല്ല സന്തോഷത്തിൽ ആനന്ദതുന്തിലനായ മനുഷ്യനോടും പറയാം അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. ഇങ്ങനെ സമാധാനത്തിന്റെ സന്ദേശവും സമാധാനത്തിന്റെ അഭിവാദ്യവും ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും നല്ല സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന അസ്സലാം എന്ന പേരുള്ള അല്ലാഹു സംവിധാനിച്ച സമാധാനത്തിന്റെ സമ്പൂർണതയാണ് പരിശുദ്ധ ഇസ്ലാം. അതേ നാളെ കാത്തിരിക്കുന്നു സ്വർഗത്തെ. ആ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു ദാറുസ്സലാമിലേക്കാണ് ക്ഷണിക്കുന്നത്. സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക്, ശാന്തി ഭവനിലേക്കാണ് അല്ലാഹു ക്ഷണിക്കുന്നത്. ഇങ്ങനെ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുന്ന സമാധാന സന്ദേശം ജീവിതത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രകാശനം നിർവഹിക്കുന്ന വിശ്വാസി എത്തിപ്പെടുന്ന സങ്കേതം ഏതാണ്? ശാശ്വത സമാധാനത്തിന്റെ സങ്കേതമാകുന്ന ആ ഈറ്റില്ലവും പോറ്റില്ലവുമാകുന്ന സ്വർഗാരാമമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നത്. ആ സലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാർ ആ സലാമിലേക്ക്, ദാറുസ്സലാമിലേക്ക് ക്ഷണിച്ചു അവരെല്ലാം അവിടെ എത്തിപ്പെട്ടു. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ സങ്കേതത്തിൽ ഉല്ലസിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബത്തും മുൻഗാമികളൊക്കെയും സമാധാനത്തോടുകൂടി വസിക്കുകയാണ്. ഈ ലോകത്തുണ്ടായ സമാധാനവും അസമാധാനവും രണ്ടും ഉണ്ടായിരുന്ന ഈ സങ്കേതത്തിൽ നിന്ന് സമാധാനം മാത്രമുള്ള സ്വർഗത്തിലേക്ക് അവരൊക്കെ യാത്രയായി. അങ്ങനെയുള്ള ശാശ്വത സമാധാനത്തിന്റെ സങ്കേതത്തിലേക്കാണ് അല്ലാഹു ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ കൂടണയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. പരിശുദ്ധമായ ഇസ്ലാം പുൽകിക്കൊണ്ട് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കുതിച്ചുയർന്ന സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹാ ഈ സമാധാനത്തിന്റെ സന്ദേശം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും താടനങ്ങളും മർദ്ദനങ്ങളും അക്രമങ്ങളും ഏറ്റുവാങ്ങി അവസാനം അവിടുത്തെ ശരീരത്തിലെ ജനനേന്ദ്രിയത്തിലേക്ക് കടാര കുത്തിയിറക്കി ആ രക്തത്തുള്ളികൾ മുകളിലേക്ക് തെറിക്കുമ്പോഴും വേദന കൊണ്ട് മുഴയുമ്പോഴും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് കുതിച്ചുപോയി. ക്ഷണഭങ്കുരമായ ജീവിതത്തിൽ കുറഞ്ഞ കാലം അസമാധാനം അനുഭവിച്ചുവെങ്കിൽ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുവെങ്കിൽ ആ പ്രയാസങ്ങൾ അതോടുകൂടി അവസാനിച്ചു. ഇപ്പോൾ സുമയ്യ റളിയല്ലാഹു തആല അൻഹാ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലാണ്. ആ കുടുംബത്തോടാണ് ഹബീബ് പറഞ്ഞത്, സബ്റന്നാല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിച്ചോളൂ, സഹിച്ചോളൂ. ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളുടെ ഏറ്റവും വലിയ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗം. ശാന്തിയുടെ സമാധാനത്തിന്റെ സങ്കേതമായ സ്വർഗാരാമം അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ രാമത്തിൽ ഉല്ലസിക്കുകയാണ് സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹധർമ്മിണിമാർ, ഞങ്ങളുടെ പൊന്നുമ്മമാർ, ഞങ്ങളുടെ ബാപ്പമാർ, ഞങ്ങളുടെ പൊന്മക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, സഹപ്രവർത്തകർ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോട് സഹകരിക്കുന്ന, ഇതിനോട് സംവദിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും സ്വർഗം നൽകണേ അല്ലാഹ്. ശാശ്വതമായ സ്വർഗത്തിൽ ഉല്ലസിക്കാൻ, സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.